പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാർ അടക്കമുള്ള കോട്ടയത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായി എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇവിടുത്തെ ഒരു ഘടകകക്ഷികൾക്ക് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ എല്ലാ നിലയിലും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയത്. അവർ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ഭാഗത്ത് നിന്ന് ഞാനൊരു ആവശ്യം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പാർട്ടിയെ നമുക്ക് കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കണം. കേരളത്തിന്റെ വികസനം നമുക്ക് സാധ്യമാക്കണം. ഇവിടെ നമുക്കറിയാം, ചില ആളുകൾ പറഞ്ഞു, നിങ്ങള് ഇടതുപക്ഷത്തിലാണ് പോകുന്നത്, ഇടതുപക്ഷത്തിന് കുറവുകളുണ്ട്, ഇല്ലാടിയില്ല, NDAക്ക് കുറവുകളുണ്ട്, എല്ലാവർക്കും കുറവുണ്ട്, UDF കുറവുകളില്ലേ, എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാ മുന്നണിക്കും കുറവുകളുണ്ട്. ആ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ തിരുത്തൽ ശക്തിയായി നമ്മുടെ നാടിന് വേണ്ടി, ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് ഇന്ന് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി പുതുതായി രൂപീകരിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാരെയും വെല്ലുവിളിക്കാനല്ല, ആരെയും ആക്രമിക്കാനല്ല. ഇത് ഇവിടുത്തെ കൃഷിക്കാരനെ പറഞ്ഞല്ലോ, റബ്ബർ കൃഷിക്കാരന് അവർ 240 രൂപ വില കൊടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ തീരുമാനം വരുന്നു. ആ തീരുമാനത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലരും എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, BJP-യുമായിട്ട് ഞങ്ങൾ സഹകരിക്കും. നമ്മുടെ BJP-യുടെ മുഴുവൻ ആശയങ്ങളോടും നമ്മൾക്ക് യോജിപ്പുണ്ടെങ്കിൽ BJP-യിൽ ചേരാമായിരുന്നു. അപ്പൊ BJP NDA മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായി നിന്നുകൊണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് നിലവിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഭരണപരമായ എന്തെങ്കിലും പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഇവിടെ ഞാനോട് സൂചിപ്പിച്ചു, എനിക്ക് ആരുമായി എഴുത്തമില്ല. UDF നേതാക്കൾ മുഴുവൻ എന്നെ വിളിച്ചു. ഇപ്പോഴും പ്രിയപ്പെട്ട മാത്യു കുഴൽനാടനെ വിളിച്ചു, എന്റെ പ്രിയ സുഹൃത്താണ് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ UDF പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എന്നെ വിളിച്ചു. മഞ്ഞക്കടമായി UDF വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞു, സഹോദരൻ, എനിക്ക് വിട്ടുപോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ മോൻസ് ജോസഫ് എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ്, അദ്ദേഹം വലിയ മുൻ മന്ത്രിയാണ്, 15-20 വർഷം MLA ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല, UDF-ൽ നിൽക്കാൻ പറ്റില്ല, കേരള കോൺഗ്രസ് നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു, മഞ്ഞക്കടവൻ പുച്ഛിച്ച് അദ്ദേഹം പറയാ, മഞ്ഞക്കടവൻ ഒരു പഞ്ചായത്ത് സീറ്റ് കൊടുക്കാമെന്ന്. ഞാൻ ചോദിക്കട്ടെ, മോൻസ് ജോസഫിനോട് പറഞ്ഞല്ലോ, ഞാൻ 26-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോയിട്ട് ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ മാണി സാറിന്റെ കാരുണ്യം കൊണ്ട് പറയാം. അന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും, മാണി ജേക്കബ് ഗ്രൂപ്പുകൾ പിളർന്നപ്പോൾ കടുത്തുരുത്തിയിലെ മാണി സാർ എന്ന് BM മാത്യുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം CPI-യുടെ മുൻ MLA PC തോമസിനെ സ്വതന്ത്രമായി മത്സരിപ്പിച്ചതിന്റെ ഔദാര്യത്തിൽ, ആനുകൂല്യത്തിൽ MLA ആയതിന്റെ അഹങ്കാരമാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ട PJ ജോസഫ് സാറിന് വിവാദമുണ്ടായി, അതൊക്കെ പഠിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അതിന്റെ പിന്നിലൊക്കെ ആരുണ്ടെന്ന് ദൈവം അത് തെളിയിക്കും, ഞാൻ പറയുന്നില്ല. അതിനുശേഷം മന്ത്രിയായ നമ്മുടെ കുരുളാഞ്ചാട്ടൻ, അദ്ദേഹത്തിനെതിരെ മണ്ണ് വിവാദമുണ്ടാക്കി. ആരുണ്ടാക്കി? ഇതൊക്കെ കൃത്യമായി എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉണ്ടാക്കി ആ രണ്ടുപേരെയും രാജിവെപ്പിച്ച് മന്ത്രിയായി. അതിന്റെ അഹങ്കാരം അത് ജനങ്ങൾ തീർക്കും. കടുത്തിരിക്കുന്ന ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർക്കും. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം മാത്രമേ പറയുള്ളൂ. ഒരാളെ നമ്മൾ ബോധപൂർവം നശിപ്പിക്കാൻ, മനഃപൂർവ്വം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ദൈവം അവരോട് ക്ഷമിക്കില്ല. അത് തന്നെ എനിക്ക് പ്രിയപ്പെട്ട മോൻസ് ജോസഫിനോട് എനിക്ക് പറയുവാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് മേലിൽ പല ആളുകളെ വെച്ച് പാർട്ടി ഓഫീസിൽ വരുന്ന ലെറ്റർ എനിക്ക് ലഭിക്കുന്നില്ല. പാർട്ടി ഓഫീസിൽ ചെന്നാൽ അവിടെ എനിക്ക് മേൽ 2-3 പേരെ വെച്ചിരിക്കുക. അവരെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഞാൻ പാർട്ടി ഓഫീസിന്റെ ഗതികേട്. ഞാൻ ഇത്രയും നാളും കഴിഞ്ഞ ദിവസം UDF നേതാക്കളോടൊക്കെ ചോദിച്ചു, എന്തിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും അവസാനം നിസാരം ജില്ലാ പ്രസിഡന്റിനെ നോമിനേഷന് കയറ്റില്ല എന്ന് വാശി പിടിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ നീക്കമൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ കാര്യങ്ങളൊക്കെ എന്റെ ഉള്ളിൽ ഒതുക്കി ഞാൻ സൂക്ഷിച്ചു. പ്രിയപ്പെട്ട PJ ജോസഫ് സാറിനെ മുഴുവൻ കാര്യങ്ങളും അറിയിച്ചു. അതിനിടയിൽ ഞാൻ പറഞ്ഞു, 4-5 തവണ മോൻസ് ജോസഫിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹവുമായി ഞാൻ കരഞ്ഞു പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ അങ്ങേക്ക് ഒരിക്കലും ഒരു ഭാരമായി മാറില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്ന് അദ്ദേഹം ചിരിച്ചു കാണിക്കും. ചായ പറഞ്ഞു വിട്ടാൽ അടുത്ത പണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ജില്ലാ പ്രസിഡന്റായി തുടരുന്നതിനേക്കാൾ നല്ലത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനമില്ലാതെ വീട്ടിലിരിക്കാം എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെ തീരുമാനിച്ചപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, സജി മഞ്ഞക്കടമ്പൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇത്ര പ്രവർത്തിച്ചാൽ എങ്ങനെ വീട്ടിലിരിക്കും, ഇരിക്കാൻ പാടില്ല എന്ന് കർശനമായി ആളുകൾ നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ നിരന്തരമായ ആളുകളുടെ ഇടപെട്ടതിനോട് പല ആളുകൾ ഈ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ
എന്നെ സ്വാഗതം ചെയ്തു. അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഏതാണ്ട് രാഷ്ട്രീയ രംഗത്ത് ഒരു ഇലക്ട്രിക് പാർട്ടിയിലേക്ക് ലയിക്കാൻ ചേരാൻ പറഞ്ഞു. പക്ഷേ ഒരു കേരള കോൺഗ്രസ്സുകാരനായി ജനിച്ച എനിക്ക് കേരള കോൺഗ്രസ്സുകാരനായി അല്ലെങ്കിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ രൂപം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ എന്നോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് വന്ന നിങ്ങളോട് ഞാൻ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ ഞാൻ നിന്ന പാർട്ടിയിൽ നിന്ന് ഒരു നേതാവിനെയും ബലമായിട്ട് പിടിക്കാൻ ശ്രമിച്ചില്ല, ആരെയും പ്രലോഭിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ഞാൻ എടുത്ത നിലപാടുകൾ ശരിയാണെങ്കിൽ എന്നോട്